അമേരിക്കയുടെ അഭ്യർത്ഥന പ്രകാരം ഇറാനെതിരായ ആക്രമണം ഇസ്രായേൽ നിർത്തിവെക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനെതിരായ ആക്രമണങ്ങൾ നിർത്തണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന ഇസ്രായേൽ അംഗീകരിച്ചു എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. എന്നാൽ തെക്കൻ ലെബനനിൽ സൈനിക പ്രവർത്തനങ്ങൾ തുടരുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചത്. ഏപ്രിൽ 8 മുതൽ ഇറാനും ഇസ്രായേലും തമ്മിൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ തിങ്കളാഴ്ച തകർന്നതോടെ പശ്ചിമേഷ്യയെ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിന്റെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലേക്ക് തള്ളിവിട്ടതോടെ വളരെ ദുർബലമായ സാഹചര്യത്തിനിടയിലാണ് ഈ വാർത്താ റിപ്പോർട്ട് പുറത്തു വരുന്നത്. തിങ്കളാഴ്ച ഇസ്രായേലിനെതിരായ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചതായി CNN റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും താൽക്കാലികമായി നിർത്തുന്നത് സോപാധികമാണെന്നും തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ സൈനിക നടപടി പുനരാരംഭിക്കാമെന്നും ടെഹ്റാൻ മുന്നറിയിപ്പും നൽകി. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും നയതന്ത്ര ഇടപെടൽ തുടരുന്നതിനും ടെഹ്റാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തിങ്കളാഴ്ച ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഭീഷണികൾക്ക് മുന്നിൽ രാജ്യം പിന്നോട്ടു പോകില്ലെന്നും ചർച്ചകൾക്കുള്ള വാതിൽ തുറന്നിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എക്സിലെ ഒരു പോസ്റ്റിൽ സൈനിക തയ്യാറെടുപ്പും നയതന്ത്രവും ദേശീയ ശക്തിയുടെ പരസ്പര പൂരക തൂണുകളാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഊന്നിപ്പറയുകയും ചെയ്തു. ടെഹ്റാൻ ഒരു പാത മറ്റൊന്നിനു പകരം തിരഞ്ഞെടുത്തുവെന്ന സൂചനകൾ നിരാകരിക്കുകയും ചെയ്തു. നയതന്ത്രവും പ്രതിരോധവും ദേശീയ ശക്തിയുടെ രണ്ട് ചിറകുകളാണ്. ഞങ്ങൾ മേഖലയോ ചർച്ചാമേശയോ ഉപേക്ഷിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ടെൽ അവീവ് ടെഹ്റാനിൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇരുപക്ഷവും തമ്മിലുള്ള തീവ്രമായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഉൾപ്പെടുന്ന ശത്രുത വർദ്ധിച്ചതിനെ തുടർന്ന് ഇറാനും ഇസ്രായേലും ഉടനടി വെടിനിർത്തൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പൂർണ്ണമായ പരിഹാരം കൈവരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന കരാറിനെ കുറിച്ചുള്ള അന്തിമ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും അജ്ഞതയോ മണ്ടത്തരമോ അന്തിമ കരാറിലെത്താനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലും ഇറാനും ഉടനടി വെടിനിർത്തൽ നടത്താൻ നോക്കുകയാണ്. സമാധാനം സംബന്ധിച്ച അന്തിമ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അജ്ഞതയോ മണ്ടത്തരമോ തടസ്സമായേക്കാം. ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരു കരാറിലെത്തുന്നതുവരെ ഇറാനെ വാഷിംഗ്ടൺ ഉപരോധിക്കുന്നത് തുടരുമെന്നും US പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. കരാർ വേഗത്തിൽ നീങ്ങുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു അന്തിമ കരാർ ഉണ്ടാകുന്നതുവരെ ഉപരോധം പൂർണ്ണമായും പ്രാബല്യത്തിൽ തുടരുകയും ചെയ്യും. കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങണമെന്നും പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു. സംഘർഷത്തിന്റെ 100ാം ദിവസം തികയുമ്പോൾ ഇസ്രായേലും ഇറാനും ഔദ്യോഗികമായി നേരിട്ട് വെടിയുതിർത്തു. ഇത് മേഖലയിലെ ഇതിനകം ദുർബലമായ വെടിനിർത്തലിനെ ഗുരുതരമായ അപകടത്തിലാക്കുകയും ഒരു സമഗ്രമായ പ്രാദേശിക യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇറാനിയൻ പെട്രോ കെമിക്കൽ സമുച്ചയത്തിന് നേരെയുള്ള ആക്രമണവും 2 ഇസ്രായേൽ താവളങ്ങൾ ലക്ഷ്യമിട്ടതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് സ്ഥിരീകരിച്ചതും ഉൾപ്പെടുന്നതാണ് ഈ പുതിയ മൾട്ടി ഫ്രണ്ട് ചലനാത്മകത നടപടികളുടെ ഒരു റൗണ്ട്. ടെഹ്റാൻ മിസൈലുകൾക്കെതിരെ പ്രതികാരം ചെയ്യുന്നതിൽ നിന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ കടുത്ത ശത്രുത പൊട്ടിപ്പുറപ്പെട്ടത്. ഞായറാഴ്ച ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്നാണ് അതിർത്തിയിലെ വെടിനിർത്തൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിസ്ഥാനപരമായ തകർച്ച രൂക്ഷമായത്. ഈ പ്രാരംഭ നടപടികളുടെ ഫലമായി ഇറാൻ ഇസ്രായേലിനെതിരെ സ്വന്തം ആക്രമണം നടത്തി തിരിച്ചടിച്ചു. ഒടുവിൽ തിങ്കളാഴ്ചത്തെ തീവ്രമായ ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും തുടക്കമിട്ടു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് മേൽ ശത്രുതയുടെ ഈ പെട്ടെന്നുള്ള പുനരാരംഭം ഒരു നിഴൽ വീഴ്ത്തിയിരിക്കുകയാണെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.